ഇനി അടുത്തത് എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹാലജനെ നമുക്ക് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം? അപ്പോൾ ഹാലജനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് കാറിയസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഹാലജൻ ഉണ്ടെങ്കിൽ അതിനെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ വെച്ച് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ്റെ സാന്നിധ്യത്തിൽ ആ ഹാലജനെ സിൽവർ ഹാലൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. സിൽവർ ഹാലൈഡ്. ഇപ്പോൾ ക്ലോറിൻ ആണെങ്കിൽ സിൽവർ ക്ലോറൈഡ് കിട്ടും, ബ്രോമിൻ ആണെങ്കിൽ സിൽവർ ബ്രോമൈഡ് കിട്ടും, അയഡിൻ ആണെങ്കിൽ സിൽവർ അയഡിൻ. ജനറലായിട്ട് പറഞ്ഞാൽ AgX. അപ്പോൾ ക്ലോറിൻ ആണെങ്കിൽ AgCl പ്രസിപ്പിറ്റേഷൻ നടക്കും, ബ്രോമിനാണ് ഹാലജനെങ്കിൽ AgBr ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, അയഡിൻ ആണെങ്കിൽ AgI ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് വെയ്റ്റ് W ഗ്രാം എന്നിരിക്കട്ടെ. കിട്ടിയ സിൽവർ ഹാലൈഡിൻ്റെ വെയ്റ്റ് X ഗ്രാം എന്നും ഇരിക്കട്ടെ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഹാലജനെ എസ്റ്റിമേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്. എന്താണ്? മാസ് ഓഫ് ക്ലോറിൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്. മാസ് ഓഫ് ക്ലോറിൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 100. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ക്ലോറിൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് എത്രയായിരിക്കും? കിട്ടിയ സിൽവർ ക്ലോറൈഡിൽ എത്ര ക്ലോറിൻ ഉണ്ടെന്ന് നോക്കിയാൽ മതിയല്ലോ. അതല്ലേ ക്ലോറിൻ്റെ മാസ് ഓർഗാനിക് കോമ്പൗണ്ടിൽ. അപ്പോൾ സിൽവർ ക്ലോറിൻ്റെ മോളിക്കുലർ മാസ് അതെത്രയാ? ഒരു സിൽവറും ഒരു ക്ലോറിൻ്റെ കൂടെ മാസ് കൂട്ടുമ്പോൾ 143.4 എന്ന് വരും. 143.4. അതിൽ ക്ലോറിൻ്റെ മാസ്, ഒരു ക്ലോറിനല്ലേ ഉള്ളൂ, ക്ലോറിൻ്റെ മാസ് എത്രയാണ്? മോളാർ മാസ് 35.5. അങ്ങനെയാണെങ്കിൽ ഉണ്ടായ X ഗ്രാം അല്ലേ, S ഗ്രാമിൽ എത്ര? ഇതാണ് ഉണ്ടായ സിൽവർ ക്ലോറൈഡിലെ ക്ലോറിൻ്റെ വെയ്റ്റ് ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ എങ്ങനെ വരും? 35.5 ഡിവൈഡഡ് ബൈ 143.4 ഇൻറ്റു X ഡിവൈഡഡ് ബൈ W ഇൻറ്റു 100. ഓക്കെ, ഇതേപോലെ പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്താണ്? സിൽവർ ബ്രോമൈഡ് ആയിട്ടാണ് മാറുക. അപ്പോൾ മാസ് ഓഫ് ബ്രോമിൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ മാസ് ഓഫ് ബ്രോമിൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് എവിടെ നിന്ന് കിട്ടും? സിൽവർ ബ്രോമൈഡ് നിന്ന് കിട്ടും. അപ്പോൾ സിൽവർ ബ്രോമൈഡിൻ്റെ മോളിക്കുലർ മാസ് എടുക്കുക. അപ്പോൾ മോളിക്കുലർ മാസ് ഓഫ് സിൽവർ ബ്രോമൈഡ്, മോളിക്കുലർ മാസ് ഓഫ് സിൽവർ ബ്രോമൈഡ്, അതിൽ അറ്റോമിക് മാസ് ഓഫ് നമ്മൾ നേരത്തെ ക്ലോറിൻ എടുത്ത പോലെ ബ്രോമിൻ എടുക്കുക. എന്നാൽ ഉണ്ടായ X ഗ്രാമിന് എടുത്ത് ഡിവൈഡഡ് ബൈ W ഇൻറ്റു 100. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് അയഡിൻ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഓഫ് അയഡിൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 100. മാസ് ഓഫ് അയഡിൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് എവിടെ നിന്ന് കിട്ടും? ഓർഗാനിക് കോമ്പൗണ്ടിൽ അയഡിനെ നമ്മൾ എന്താക്കി? സിൽവർ അയഡൈഡ് ആക്കി. അപ്പോൾ സിൽവർ അയഡൈഡ് എത്ര വെയിറ്റ് കിട്ടി എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്ത് X ഗ്രാം എന്നല്ലേ നമ്മൾ എടുത്തത്. അങ്ങനെ ഇടുമ്പോൾ സിൽവർ ക്ലോറൈഡിൻ്റെ മാസ്, മോളിക്കുലർ മാസ് എടുക്കുക. മോളിക്കുലർ മാസ് ഓഫ് AgI, അതിൽ അറ്റോമിക് മാസ് ഓഫ് അയഡിൻ. നമ്മൾ നേരത്തെ AgCl ഉണ്ടായപ്പോൾ AgClൻ്റെ വെയിറ്റ് എടുത്തു, അതിൽ ക്ലോറിൻ്റെ വെയിറ്റ്. എന്നാൽ ഉണ്ടായ X ഗ്രാമിന് എത്ര? ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് W ഇൻറ്റു 100. അപ്പോൾ ജനറലായിട്ട് ഹാലജനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ജനറലായിട്ട് എങ്ങനെ എഴുതാം? എങ്ങനെയായിരിക്കും എഴുതുക? അറ്റോമിക് മാസ് ഓഫ് ഹാലജൻ, ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമിൻ. ക്ലോറിൻ ആണെങ്കിൽ എന്തായിരിക്കും താഴെ വരിക? മോളിക്കുലർ മാസ് ഓഫ് സിൽവർ ക്ലോറൈഡ്, ജനറലായിട്ട് പറഞ്ഞാൽ സിൽവർ ഹാലൈഡ്, ഇൻറ്റു X ഡിവൈഡഡ് ബൈ W ഇൻറ്റു 100. ദിസ് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ഹാലജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഈ മെത്തേഡിനെ വിളിക്കുന്നവരാണ് കാറിയസ് മെത്തേഡ്.